അപ്പൊ അങ്ങനെ മോഹൻലാലിന്റെ അച്ഛനായിട്ട് അഭിനയിച്ച സ്ഥിതിക്ക് മമ്മൂട്ടിയുടെ ബാപ്പയായിട്ട് അഭിനയിക്കുന്ന കണ്ടില്ലേ, മോശമല്ലേ? നെറ്റ് ചൊലിക്കേണ്ട കാര്യമല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ദാദാ സാഹിബ് എന്ന് പറഞ്ഞൊരു ചിത്രത്തില്. അത് കാണുന്നതിന് മുമ്പ്, മമ്മൂട്ടിയുടെ അച്ഛൻ വേഷം കാണുന്നതിന് മുൻപ് തന്നെ നമുക്ക് പുള്ളിയുടെ പുതിയ കുറെ സിനിമകൾ റെഡിയായിരിപ്പുണ്ട്. പട്ടണത്തിൽ ഭൂതം ഏകദേശമൊക്കെ ഇങ്ങ് അടുത്തെത്തി. അതുപോലെ ഡാഡി കൂൾ വരാനുണ്ട്, യുഗപുരുഷൻ വരാനുണ്ട്, പഴശ്ശിരാജ വീര പഴശ്ശിരാജയായിട്ട് പുള്ളി അരങ്ങ് തകർത്തിട്ടുള്ള ചിത്രം വരാനുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കാം. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയുടെ ഒരു വസന്തത്തിന്റെ മണം അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, ഭൂതത്തിനും കിട്ടുന്നുണ്ട് നല്ലൊരു മണം. മമ്മൂട്ടി വസന്തത്തിന്റെ മണമൊക്കെ നല്ലതാ. നാളെ കുറെ നാളായിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു, കൊതിതുള്ളി ഒരു ഹിറ്റിന് വേണ്ടി. ലവ് ഇൻ സിംഗപ്പൂറിന്റെ കരിഞ്ഞ മണത്തിന് ശേഷം ഈ വരാൻ പോകുന്ന ഹിറ്റുകളൊക്കെ നമ്മളെ മനസ്സും വയറും ഒക്കെ വീർപ്പിച്ചാൽ മതിയായിരുന്നു. ഭൂതം ആരെയും കുറ്റം പറഞ്ഞല്ല, കൊതിമൂത്ത് പറഞ്ഞു പോയതാ. അല്ല, ഇതാര് സായിപ്പോ? ഇവിടെ ഉണ്ടായിരുന്നു? നിങ്ങൾ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടിക്കണ്. പച്ചേലേ, മോളിരിക്കുന്നതിന്റെ കളി ഇതുകൊണ്ടൊന്നും തീരൂല്ല സാറേ. സായിബ് പറഞ്ഞത് ഉള്ളതാ. കളികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തന്റെ പുന്നാര മോനെ പോലെയുള്ള രാജ്യദ്രോഹികൾ, പാകിസ്ഥാൻ ചാരന്മാര് എമ്പാടുമുണ്ടല്ലോ രാജ്യത്തിനിയും. മുഴുവൻ എണ്ണത്തിനെ നുള്ളിപ്പെറുക്കി കഴിവേറ്റിയെടുക്കാതെ ഈ കളി തീരില്ല. തീർക്കാൻ ഈ കറിയാറ്റം സമ്മതിക്കില്ല സാഹിബേ. കള്ള ഹിമാറേ, മോന്റെ ചോര കുടിച്ചാലേ അനക്ക് സമാധാനാവുന്നുണ്ടെങ്കിൽ മോനെ കൊണ്ടുപോയി കൊന്നു തിന്നോളി. പക്ഷെ എന്റെ മോനെ ഈ പാകിസ്ഥാൻ ചാരനും രാജ്യദ്രോഹി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ല, വിഷം തുപ്പണന്റെ നാവരിഞ്ഞ നായക്കിട്ട് കൊടുക്കും. അനക്കറിയൂല സാഹിബിനെ. പിന്നെ ചുമ്മാ തുള്ളാതെ മൂപ്പിന്നെ. വയസ്സാങ്കാലത്ത് ഞരമ്പുളുക്കും. രാജ്യസ്നേഹവും പറഞ്ഞ് ഇവിടെ ഉണ്ടുതൂറി കിടക്കുമ്പോഴും തന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. പാകിസ്ഥാൻ ഇബ്ലീസുകളെ വിശുദ്ധ രാജ്യം. നീയൊക്കെ വാലാട്ടുന്നത് അവന്മാർക്ക് വേണ്ടി തന്നെയാ. എന്താ അറിയോ, നിസ്കാരത്തയമ്പ് ഈ മണ്ണിൽ നെറ്റി ചേർത്ത് വെച്ച് ഒരു ആയുസ് മുഴുവനും റബ്ബുൽ ഇസ്സത്തായ പരമകാരുണികനായ തമ്പുരാൻ സുജൂദ് ചെയ്തതിന്റെ അടയാളം. കൂത്താലും തുടച്ചാലും കൈത്തെടുത്തിട്ടാലും ഇത് മയൂല. കാരണം എന്താ അറിയോ, ഇതിൽ സത്യമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ സത്യമല്ല, ഈ മണ്ണിന്റെ ഇന്ത്യന്റെ സത്യം. ഞാനും എന്റെ കുട്ടികളും മുലപ്പാല് കുടിക്കുന്ന പോലെ അനുഭവിച്ചറിഞ്ഞ സത്യം. അത് തിരിച്ചറിയണമെങ്കിൽ എന്റെ ഈ പേ പിടിച്ച തെരുവുനായന്റെ ജന്മം കളഞ്ഞ് ഈ ഒരു യഥാർത്ഥ ഇന്ത്യനായിട്ട് ജനിക്കണം. ഒരു ഉസുറുള്ള ആൺകുട്ടിയായിട്ട് ജനിക്കണം. ഏഹി ജന്മം എടുത്താലും എന്നെ കണ്ടതിന് കഴിയൂല. എന്റെ അതൊരു ആണും പെണ്ണും കെട്ട ജന്മല്ലേ. ലാഹോറിലെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും പെറ്റ നാടിന് ഒറ്റിക്കൊടുത്ത ഇന്ത്യക്കാരായ ഇബ്ലീസുകളെ നെഞ്ചില് ഇരുമ്പും കൂടം പോലെ 1000 തവണ വീണ കയ്യാത്. ഗ്രഹണി പിടിച്ച എന്റെ നെഞ്ചും കൂടെ തകർക്കാൻ ഇന്നൊരു ചെറുപറിൽ വേണ്ട സാഹിബിന്. അറിയോ? അടിക്കണോ നടക്കണേ?